നിങ്ങളെല്ലാവരും ഗോട്ടെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആടല്ല, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നമ്മുടെ ആക്ടിങ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കാണും. സച്ചിൻ ടെണ്ടുൽക്കറാണ് ക്രിക്കറ്റിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഫുട്ബോളിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കാണും. അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കാണ് ആ സ്ഥാനം കൊടുക്കണമെന്ന് തോന്നുന്നത് അയാളുടെ പേരൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആരാന്നുള്ളതാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടാണ്. ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിൽ കൊണ്ടുവരാൻ പോവാണ്. ഈ വരാൻ പോകുന്ന 19-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വരാൻ പോകുന്നത്. ഈ സെയിലിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട്സ് ആണ് എല്ലാ പ്രോഡക്റ്റ് ലൈനും വരാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ട് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അൺബീറ്റബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ടാണ്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളതുപോലത്തെ ഒരു സെയിലായിരിക്കും. പക്ഷേ ഈ ഡിസ്കൗണ്ട് പ്രൈസ് കണ്ടപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഈ ഗോഡ് സെയിലിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ്, എത്രയൊക്കെയാണ് ഡിസ്കൗണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാ. ഒന്നാമത്തത് ഞാൻ ഇവിടെ ഐപാഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലിസ്റ്റ് മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മുടെ സാംസങ് ഗാലക്സി S23 5G. നല്ലൊരു ഡിവൈസാണ്. ആക്ച്വലി നിങ്ങൾക്ക് വളരെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഫോണാണ് വേണ്ടത്, എന്നാൽ അതൊരു പവർഫുൾ ഫോൺ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S23 5G ഇസ് എ വെരി ഗുഡ് ചോയ്സ്. സാംസങ് ഗാലക്സി S23 5Gക്കകത്ത് നമുക്ക് ഗാലക്സി AI, അതായത് സർക്കിൾ സെർച്ച്, ലൈവ് ട്രാൻസ്ലേഷൻ എന്നിങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു ഭാഗം മാത്രം സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അടുത്ത അടിപൊളി പരിപാടി. അതായത് 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കരമായിട്ട് സാംസങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ 6.1 ഇഞ്ചിൻ്റെ ഒരു ഡൈനാമിക് 2x AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ പ്ലസ് 10 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടർ. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് പ്രോസസ്സർ. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 89,999 രൂപയാണ്. എന്നാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലിൻ്റെ അകത്ത് എത്ര രൂപയ്ക്കാണ് കിട്ടാൻ പോകണമെന്നറിയോ? 44,990 രൂപയ്ക്ക്. ഹാഫ് ദ പ്രൈസ്. ഇനി നിങ്ങൾക്ക് സാംസങ് ഒന്നും താല്പര്യമില്ല, അതേപോലെ തന്നെ ഹിറ്റായിട്ടുള്ള വേറൊരു ഡിവൈസാണ് മോട്ടോ എഡ്ജ് 50 Pro. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ, അതായത് ലോകത്തിൽ ആദ്യത്തെ 1.5K 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നൊരു ഡിവൈസാണ്. അതായത് 144 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആൻഡ് പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. പാൻറ്റോൺ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അത് കളേഴ്സ് ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വാലിഡേഷനാണ്. IP68 പ്രൊട്ടക്ഷനും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ഇതിനകത്ത് വരുന്നുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ പ്ലസ് 3 മെഗാ പിക്സൽ പ്ലസ് 10 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 50 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ 4500 mAh ഒരു ബാറ്ററി. 7 Gen 3 ആണ് ഈ ഒരു ഫോണിൽ വരുന്ന പ്രോസസ്സർ. പ്രൈസ് നോക്കപ്പോൾ 36,999 രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗോഡ് സെയിലിൽ 27,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത പ്രോഡക്റ്റ് ഗൂഗിൾ പിക്സൽ 7. പിക്സൽ 7 ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണൂല. പിക്സൽ 7 ഇപ്പോൾ ഒരു ഭയങ്കര നല്ല ഡീലാണ് വരുന്നത്. പിക്സൽ 7ൻ്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമാറ്റിക് ബ്ലർ, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്, വയർലെസ് ചാർജിങ്, 6.3 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയേ ഉള്ളൂ. 10.8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ, 4270 mAh ഒരു ബാറ്ററി, ഗൂഗിൾ ടെൻസർ G2 പ്രോസസ്സർ. സോ ഇത്രയും ചെറിയ സ്പെക്കാണെങ്കിലും ഭയങ്കര കിടിലം പെർഫോമൻസ് ആണ്. ആൻഡ് എസ്പെഷ്യലി ക്യാമറ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 59,999 രൂപയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 32,999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഗോഡ് സെയിലിൽ കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഫോണൊക്കെ വിട്ടു, നിങ്ങളൊരു പുതിയ ക്യാമറ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സോണിയുടെ എൻട്രി ലെവൽ ഒരു ക്യാമറ ഉണ്ട്, സോണി ആൽഫ 6600. ആക്ച്വലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതായത് വീഡിയോഗ്രാഫിയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. 24.2 മെഗാ പിക്സലിൻ്റെ ഒരു CMOS സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ മേടിക്കപ്പോൾ ഒരു കിറ്റ് ലെൻസും കൂടി ഇതിൻ്റെ കൂടെ കിട്ടും. 80x135 mm ഒരു സൂം ലെൻസ്. നിങ്ങൾക്ക് 4K ഔട്ട് ഓഫ് ദ ബോക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇത്. മാർക്കറ്റിൽ ഈ ഒരു ക്യാമറയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രൈസ് 1,24,999 രൂപ. നിങ്ങൾക്കിത് കിട്ടാൻ പോകുന്നത് 62,490 രൂപയ്ക്ക്. ഇനി നിങ്ങൾ ഹെഡ്ഫോൺസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ OnePlus Bullets Wireless Z2, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനുള്ള മോഡൽ. ഇത് നമുക്ക് 20 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 2,499 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഗോഡ് സെയിലിൽ 1,799 രൂപയ്ക്ക് കിട്ടും. ബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ഫാൻസ് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ബോട്ട് റോക്കേഴ്സ് 255 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ്ഫോൺ ഉണ്ട്.
60 മണിക്കൂറാണ് പ്ലേ ബാക്ക് ടൈം, ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ 2 ഡിവൈസ് അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 20 മണിക്കൂറാണ് നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 3990 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതായത് ഗോഡ് സെയിലിൽ കിട്ടാൻ പോകുന്നത് 999 രൂപ, അതായത് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിക്കണമെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LG 398L ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ഒരു 3 സ്റ്റാർ റെഫ്രിജറേറ്റർ ആണ്, അതുപോലെ തന്നെ ഡബിൾ ഡോർ ആണ്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ്. അതുമാത്രമല്ല സ്മാർട്ട് ഇൻവേർട്ടർ ടെക്നോളജി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 60,899 രൂപയാണ് മാർക്കറ്റിലുള്ളത്. ഗോഡ് സെയിലിൽ നിങ്ങൾക്ക് 45,990 രൂപയ്ക്ക് കിട്ടും. ഇനി നിങ്ങൾ നോ കോസ്റ്റ് EMI ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 മാസത്തേക്ക് 41,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും. സെലക്റ്റഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ 2000 രൂപ ഓഫും കിട്ടും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു പാക്കേജാണ്. ഇനി നിങ്ങൾ തുണി കഴുകാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറ്റിയ സമയമാണ്. സാംസങ്ങിൻ്റെ 9 kg ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ഭയങ്കര നല്ല ഡീലിലാണ്. ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഹൈജീൻ സ്റ്റീമൊക്കെ ഉണ്ട്. നിങ്ങൾ നമ്മുടെ ഡെഡിക്കേറ്റഡ് വീഡിയോ സാംസങ്ങിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഹൈജീൻ സ്റ്റീം എന്ന് പറഞ്ഞാൽ 99.9%, ഒരു 0.1%-നെ കൊല്ലൂല, 99.9% ജേംസിനെല്ലാം കൊന്നു കളയുന്ന ഒരു പരിപാടിയാണ് സ്റ്റീം വെച്ചിട്ട് കഴുകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റും, 15 മിനിറ്റ് കൊണ്ട്. ആ ഫീച്ചറൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്തുണ്ട്. ബ്രാൻഡ് പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഗോഡ് സെയിലാണ് ഈ വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെ വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ ക്യാഷ് ബാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 3500 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ട്സും സൂപ്പർ കോയിൻസും അങ്ങനെയുള്ള പരിപാടികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. എന്നാൽ ഇതിൻ്റെ പ്രൈസ്, ഒറിജിനൽ പ്രൈസ് 54,990 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 38,990 രൂപയ്ക്ക്. ഇനി നിങ്ങൾ നോ കോസ്റ്റ് EMI ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 32,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ പറ്റും. പൊളി. ഈ ഒരു സെയിലിൽ ഞാൻ വാങ്ങാൻ പോകുന്ന 2 പ്രോഡക്റ്റുകളുണ്ടാവും. ഒന്ന് ഒരു ഫ്രിഡ്ജും ഒന്ന് ഒരു എയർ ഫ്രയറും. സോ എയർ ഫ്രയറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫിലിപ്സിൻ്റെ 1400 വാട്ടിൻ്റെ എയർ ഫ്രയർ ഉണ്ട്. 5-in-1 ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഗ്രില്ല് ചെയ്യാൻ പറ്റും, ഫ്രൈ ചെയ്യാൻ പറ്റും, ബേക്ക് ചെയ്യാൻ പറ്റും, റോസ്റ്റ് ചെയ്യാൻ പറ്റും, റീഹീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 7 പ്രീസെറ്റ് ഉണ്ട്. ആ പ്രീസെറ്റ് ചൂസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ 100 രൂപ വരെ നിങ്ങൾക്ക് ഓഫ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ്. നമ്മുടെ ഗോഡ് സെയിലിൽ കിട്ടാൻ പോണത് എത്രയെന്ന് അറിയാമോ? 7,999 രൂപയ്ക്ക്. ഇനി നിങ്ങൾ നോ കോസ്റ്റ് EMI ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും 7,999 രൂപയ്ക്ക് നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിലും എടുക്കാൻ പറ്റും, വിച്ച് ഈസ് വെരി വെരി നൈസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട, ഐഫോണിലേക്ക് തന്നെ പോകണം. iPhone 15 വാങ്ങണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫർ ഉണ്ട്. A16 Bionic ചിപ്പാണ് പ്രൊസസ്സറായിട്ട് വരുന്നത്. ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, 128 GB ഇന്റർണൽ സ്റ്റോറേജും 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേയും 48 MP പ്ലസ് 12 MP റിയർ ക്യാമറയും 12 MP ഫ്രണ്ട് ക്യാമറയായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 79,999 രൂപ. എന്നാൽ നമുക്ക് ഗോഡ് സെയിലിൽ കിട്ടാൻ പോകുന്നത്, ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല, 60,000 സംതിങ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗോഡ് സെയിലിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കുറച്ച് കിടിലം ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ പറഞ്ഞൊന്നുമല്ല, ഇഷ്ടം പോലെ പ്രോഡക്ട്സിന് നമുക്ക് വലിയ വലിയ ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണുള്ളത്. 19-ാം തീയതി പ്ലസ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇത് ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 19-ാം തീയതി ഷോപ്പ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്ത് ഇറങ്ങാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.